സന്താനം ഇപ്പം മെയിൻ സ്ട്രീം മൂവീസിൽ നിന്ന് ബാക്കിയുള്ള ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാതെ സ്വന്തമായിട്ട് മൂവീസ് ചെയ്യുന്നതിൽ എനിക്ക് ഇച്ചിരി വിഷമമുള്ളൊരു വ്യക്തിയാണ്. ഡി റിട്ടേൺസിലായിരുന്നു എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് ആൻ ആബ്സല്യൂട്ട് ലാഫ് റൈറ്റ്. ഞാൻ ഒരു 3 പ്രാവശ്യമെങ്കിലും പോയി കണ്ടതാണ്. ഒരു രക്ഷയില്ലായിരുന്നു. അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ലെവലിൽ എത്തിയിട്ടില്ല. ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ. ഞാനൊരു സന്താനം ഫാനായിരുന്നു. ഈ സന്താനം ഇപ്പം മെയിൻ സ്ട്രീം മൂവീസിൽ നിന്ന് ബാക്കിയുള്ള ആക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാതെ സ്വന്തമായിട്ട് മൂവീസ് ചെയ്യുന്നതിൽ എനിക്ക് ഇച്ചിരി വിഷമമുള്ളൊരു വ്യക്തിയാണ്. ബിക്കോസ് യു ഡോണ്ട് ഗെറ്റ് ടു സീ വെരി ഗുഡ് കോമഡിയൻ. മനസ്സിലായില്ലേ? അയാളുടെ വൺ ലൈനേഴ്സും അയാൾ ചുമ്മാ ഒരു ജോക്കില്ലാതെ തന്നെ എന്തെങ്കിലും ഒരു ജോക്കിൻ്റെ അംശം അയാളുടെ ആ ടോണിൽ കേൾക്കുമ്പോൾ തന്നെ ചിരി പതറ്റുന്ന ഒരു വ്യക്തിയാണ് സന്താനം. എനി ഹൗ ഹീസ് ഡിസൈഡഡ് ടു ഗോ എലോൺ. സൂര്യയെ പോലെ ഈ മൂവി ഇഫ് യു ആസ്ക് മീ ഇത് ലാഫ് റൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ബിറ്റ്സ് ആൻഡ് പീസസിൽ ഈ സിനിമയിലുണ്ട്. ഒബ്വിയസ്ലി ഇതിൻ്റെ ഒരു ജാനർ എന്ന് പറയുന്നത് ഹൊറർ തന്നെയാണ്. ഹൊറർ കോമഡി വിത്ത് ലോഡ് ഓഫ് ഡബിൾ മീനിങ്ങും ലാഫ് റൈറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിന് തൊട്ട് മുമ്പുള്ള ഡി റിട്ടേൺസിലായിരുന്നു എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് ആൻ ആബ്സല്യൂട്ട് ലാഫ് റൈറ്റ്. ഞാൻ ഒരു 3 പ്രാവശ്യമെങ്കിലും പോയി കണ്ടതാണ്. ഒരു രക്ഷയില്ലായിരുന്നു. അത് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ലെവലിൽ എത്തിയിട്ടില്ല. പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മസാല ഒരു കോമഡി ഹൊറർ കോമഡി ഫോളോ ചെയ്ത് പോയിട്ടുണ്ട് ഈ സിനിമ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ സിനിമ നല്ല രീതിയിൽ ഹിറ്റാവാൻ സാധ്യതയുണ്ട്, എസ്പെഷ്യലി തമിഴ്നാട്ടിൽ. ഇത് ഇവിടെയും ലിമിറ്റഡ് റിലീസാണ്. പക്ഷേ ഈ ഒരു ഫ്രാഞ്ചൈസി ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവുമായിരിക്കും. എന്ന് വെച്ചാൽ എപ്പോഴും ഒരു സിറ്റുവേഷനിൽ വരും, അതിൻ്റെ അത് സന്താനത്തിൻ്റെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിൽ ഫോൾ ഇൻ ടു ദറ്റ് സിറ്റുവേഷൻ. അതിൽ നിന്ന് എങ്ങനെയാണ് അവർ എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നുള്ള കാര്യമാണ് ഈ ഒരു കംപ്ലീറ്റ് ഫ്രാഞ്ചൈസി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് മനസ്സിലാക്കി ഈ സിനിമ കാണുകയാണെങ്കിൽ പീപ്പിൾ ലൈക്ക് ഇറ്റ്. അതർവൈസ് ഇഫ് യു ആസ്ക് മീ ടു കമ്പയർ, ഇപ്പം നേരത്തെ ഡി റിട്ടേൺസ് ആണോ ഡെവിൾസ് ഡബിൾ ആണോ ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഡി റിട്ടേൺസ് ആണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയും കൂടുതൽ. ബിക്കോസ് അതിൽ ഒരുപാട് ഭയങ്കര സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ടായിരുന്നു. ആൻഡ് ഇതിൽ അത്രയ്ക്ക് ഇല്ലെങ്കിലും പോലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ലപോലെ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. കോമഡി ആയിരുന്നാലും സിറ്റുവേഷണൽ കോമഡി ആയിരുന്നാലും. അഗെയിൻ ഇറ്റ്സ് സ്ലാപ്സ്റ്റിക്. യു ഗോ ഇൻ വിത്ത് യുവർ ബ്രെയിൻസ് ഔട്ട് ആൻഡ് ദെൻ യു മൈറ്റ് ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്.